കുട്ടനാട് MLA റജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ. തന്നെ അറിയിക്കാതെ റജി ചെറിയാൻ തോട്ടപ്പള്ളി പുഴയും സ്പിൽവേയും സന്ദർശിച്ചു. സമ്പത്തിന്റെ അഹങ്കാരമാണ് റജി ചെറിയാന്. താൻ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി നൽകിയാൽ റജി ചെറിയാൻ ശിക്ഷിക്കപ്പെടും. ഒരു MLAയുടെ മുകളിൽ മറ്റൊരു MLA അധികാരം സ്ഥാപിക്കുകയാണെന്നും ജി സുധാകരൻ വിമർശിച്ചു. കുട്ടനാട്ടിലെ MLA ഇവിടെ വന്ന് പരിശോധിക്കുകയാണ്. ഞാനൊരു 20 വർഷം MLA ആയിരുന്നു. എനിക്കിവിടുത്തെ എല്ലാ സ്ഥലവും അറിയാം. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയമാകുമ്പോഴേ ഞങ്ങളുടെ നിർത്തില്ല. അവിടെ വന്നു നിന്നാൽ മുറിക്കില്ല. അമ്പലപ്പുഴ MLAയുടെ പ്രിവിലേജ് രക്ഷിച്ചിരിക്കുകയാണ്. പ്രിവിലേജ് കമ്മിറ്റിയുണ്ട്, അവിടെ കൊടുത്താൽ ശിക്ഷിക്കപ്പെടും. പക്ഷെ ഇതൊക്കെ അഹങ്കാരമാണ്. അഹങ്കാരം സാധാരണ MLA ആണെങ്കിൽ ചെയ്യത്തില്ല. അതൊന്നും അമ്പലപ്പുഴക്കാരില്ല. ഒരു MLAയുടെ മേൽ വേറൊരു MLA അറിയാതെ സ്ഥാപിക്കുന്നത്. അതും ആദ്യമായിട്ട് വരുന്ന 20 വർഷം MLA ആയി പരിചയമുള്ള ഒരാളോടാണ്. ജി സുധാകരന്റെ അതേ കക്ഷിയിൽ തന്നെ പെട്ട MLA ആണ് റജി ചെറിയാൻ. റജി ചെറിയാനും രംഗത്തെത്തി. ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്താണ് തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ കൊണ്ടുപോയതെന്ന് തിരിച്ചടി. ഈ പറഞ്ഞ മഹാൻ മന്ത്രിയായിട്ടിരിക്കുന്ന കാലത്തും അവിടുന്ന് കരിമണ്ണും മണ്ണും കൊണ്ടിട്ടുണ്ട്. രാത്രിക്ക് രാത്രി എമർജൻസി കോൺട്രാക്ട് കൊടുത്ത് കോടികൾ മുടക്കി അവിടുന്ന് മണ്ണ് മാറ്റാൻ തുടങ്ങും, മണ്ണ് കൊണ്ടുപോകാൻ തുടങ്ങും. അത് അടൂരോട്ടോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടാണെന്നുള്ളത് അറിയാവുന്ന അന്നത്തെ ഭരിച്ചവർക്കാണ്, അവർക്കാണ് അറിയാവുന്നത്. പുള്ളി ഇപ്പോഴും റിയലൈസ് ചെയ്തിട്ടില്ല UDF-ലാണെന്നുള്ളത്. ഞങ്ങളുടെയൊക്കെ കൂട്ടുമടിച്ചാണ് പുള്ളി ജയിച്ചല്ലേ, UDF-ന്റെ കൂട്ടുമടിച്ചാണ് ജയിച്ചു. അപ്പം വെറുതെ പറയിപ്പിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. വേറൊന്നുമില്ല, എല്ലാ സ്നേഹം കൊണ്ട് പറയുവാണ്. എന്നെ പറഞ്ഞാൽ, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ അതിന് 3 ഇരട്ടിയായിട്ട് പറയും. ലെവി സജീന്ദ്രനുണ്ട്. ലെവി സജീന്ദ്രൻ രാഷ്ട്രീയ ഹണിമൂൺ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഒരേ മുന്നണിയിലെ 2 MLA-മാർ തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടുന്നത്. ഡോക്ടർ അരുൺ, UDF-ലെ 2 MLA-മാർ തമ്മിലാണ് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് വാക്പോര് ഉണ്ടായിരിക്കുന്നത്. തന്റെ അനുവാദം വാങ്ങാതെ, തന്നോട് ആലോചിക്കാതെ തന്റെ മണ്ഡലമായ അമ്പലപ്പുഴയിലേക്ക് എത്തി അവിടെ തോട്ടപ്പള്ളി പുഴയും സ്പിൽവേയും കുട്ടനാട് MLA റജി ചെറിയാൻ സന്ദർശിച്ചു. അവിടെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് ജി സുധാകരനെ പ്രകോപിപ്പിച്ച ഘടകം. ഇത് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിൽ താനൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ റജി ചെറിയാൻ ശിക്ഷിക്കപ്പെടും. ഇത് സമ്പത്തിന്റെ അഹങ്കാരമാണ് റജി ചെറിയാൻ കാണിക്കുന്നത്. ഒരു MLA-ക്ക് മുന്നിൽ മറ്റൊരു MLA അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഉള്ളത് എന്നുള്ള വിമർശനമാണ് ജി സുധാകരൻ നടത്തിയത്. എന്നാൽ ഉടൻ തന്നെ റജി ചെറിയാൻ ജി സുധാകരന്റെ മറുപടിയുമായി രംഗത്തെത്തുന്നു. തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ കടത്തിയത് മുമ്പ് ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്താണ്. ആ കരിമണൽ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ജി സുധാകരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ തിരിച്ച് റജി ചെറിയാൻ മറുപടി നൽകുന്നു. ഏതായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ലെ 2 MLA-മാർ തമ്മിൽ ഇത്തരത്തിൽ വാക്പോരുണ്ടാക്കുന്നത് സ്വാഭാവികമായും തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്.